എല്ലാവർക്കും മെക്പോൺ കേരള പി സിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പോളി ലെക്ചറർ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്കിൻ ഫ്രിക്ഷൻ ഫോർ ലാമിനാർ ഫ്ലോ ഇൻ എ പൈപ്പ് ഈസ് ഗിവൺ ബൈ. 4 ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എ ബി സി ഡി ആയിട്ട്. RE/32 തന്നിട്ടുണ്ട്, 32/RE തന്നിട്ടുണ്ട്, RE/16 തന്നിട്ടുണ്ട്, 16/RE തന്നിട്ടുണ്ട്. ഇവിടെ RE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈനോൾഡ്സ് നമ്പർ ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 16/RE ആണ് സ്കിൻ ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ബൗണ്ടറി ലെയർ ദ ഫ്ലോ ഈസ്. ബൗണ്ടറി ലെയറിൽ ഫ്ലോ എങ്ങനെയായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിസ്കസ് ആൻഡ് റൊട്ടേഷണൽ, ഇറൊട്ടേഷണൽ, ഇൻവിസിഡ് ആൻഡ് റൊട്ടേഷണൽ, നൺ ഓഫ് ദീസ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വിച്ച് ഈസ് വിസ്കസ് ആൻഡ് റൊട്ടേഷണൽ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് നോട്ട് എ മൈനർ എനർജി ലോസ്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് എനർജി ലോസസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. ഓപ്ഷൻ ബി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. തേർഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ലോസ് ഡ്യൂ ടു എൻട്രൻസ് ഓഫ് പൈപ്പ്. അടുത്ത് വരുന്നത് ലോസ് ഡ്യൂ ടു ബെൻഡ് ഇൻ പൈപ്പ്. അപ്പോൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി എമൗണ്ട് കൂടുതലാണ്, വിച്ച് ഈസ് നോട്ട് എ മൈനർ ലോസ്. നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഒരു കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ മൈനർ ലോസ് അല്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, അതിൽ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ an oil of viscosity of 0.5 stocks flows through a pipe of 20 centimeter dia. What is the velocity if the flow is critical എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 0.5 meter per second, 0.9 meter per second, 1.5 meter per second, 2 meter per second. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് തന്നിട്ടുള്ളത്. 0.5 സ്റ്റോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് 0.5 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് വരേണ്ടത്. നമ്മളെല്ലാത്തിനെയും തീർച്ചയായിട്ടും ഇവിടെ SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിച്ച് ഈസ് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. Then what is the velocity if the flow is critical? Then what do you mean by critical? എപ്പോഴാണ് ഫ്ലോ ക്രിട്ടിക്കൽ ആവുന്നത്? അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റൈനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 2000-ൽ താഴെയാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോയും, വിച്ച് ഇസ് എബവ് 4000 ആണെങ്കിൽ നമുക്കതറിയാം ടർബുലൻ്റ് ആണെന്ന് പറയാം. 2000 to 4000 അതൊരു ട്രാൻസിഷൻ ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2000 വരുമ്പോഴാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. റൈനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ 2000 ആയിരിക്കും ക്രിട്ടിക്കൽ ഫ്ലോയുടെ കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് റൈനോൾഡ്സ് നമ്പറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ρVd/μ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് റൈനോൾഡ്സ് നമ്പർ ഇൻറ്റു കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. 0.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ റൈനോൾഡ്സ് നമ്പർ 2000 ആയിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, റൈനോൾഡ്സ് നമ്പർ തന്നിട്ടില്ല, നമ്മളത് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വരുന്ന പോളി ലെക്ചറർ എക്സാമിന് പ്രതീക്ഷിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പം 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. സബ്മറൈൻസ് വർക്ക്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ? അതിൽ ഓപ്ഷൻ എ ഉണ്ട് ബെർണോളിസ് ലോ, സെക്കൻഡ് വൺ പാസ്കൽസ് ലോ, തേർഡ് വൺ ഡാർസീസ് ലോ ആൻഡ് ഫോർത്ത് വൺ ഈസ് ആർക്കിമിഡീസ് ലോ. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സബ്മറൈൻസ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഹെഡ് ലോസ് അറ്റ് എക്സിറ്റ് ഓഫ് ദ പൈപ്പ് ടു ദി ഹെഡ് ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് ദ പൈപ്പ് ഈസ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 0.5, 1, 1.5, 2. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ഹെഡ് ലോസ് അറ്റ് എക്സിറ്റും എൻട്രൻസിൻ്റെ 2 ഇക്വേഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് വരുന്നത് 0.5 v²/2g എക്സിറ്റ് ആണെങ്കിൽ v²/2g ആണ്. അപ്പോൾ ഇതിൻ്റെ v²/2g ഡിവൈഡഡ് ബൈ v²/4g എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 2 ആയിരിക്കും വരിക. എൻ്റെ ആൻസർ 2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക എക്സാമുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ വെലോസിറ്റി പ്രൊഫൈൽ ഓഫ് കോട്ടി ഫ്ലോ. എന്താണ് കോട്ടി ഫ്ലോ? അതിൻ്റെ ഒരു പ്ലേറ്റ് ഫിക്സ്ഡും ഒരു പ്ലേറ്റ് മൂവബിളും ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഫ്ലോയാണ് നമ്മൾ കോട്ടി ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വെലോസിറ്റി പ്രൊഫൈൽ ഓഫ് കോട്ടി ഫ്ലോ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലീനിയർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ലീനിയർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുക, പ്രൊഫൈലായിരിക്കും നമുക്ക് കിട്ടുക. വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. റോട്ടാമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ. ഓപ്ഷൻസ് ഉണ്ട്. റൊട്ടേഷൻ മെഷർ ചെയ്യാനാണ്, അബ്സല്യൂട്ട് പ്രഷർ മെഷർ ചെയ്യാനാണ്, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് മെഷർ ചെയ്യാനാണ്, ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനാണ്. റോട്ടാമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ റീസൺ? നമുക്കറിയാം ലിക്വിഡ്സിൻ്റെ കേസിൽ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്യാസസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താണ് അതിന് കാരണം? ഓപ്ഷൻ എ ഡിക്രീസ്ഡ് മൊമെൻറ്റം ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് കോസി ഫോഴ്സ്, ഓപ്ഷൻ സി ഇൻക്രീസ്ഡ് മൊമെൻറ്റം ട്രാൻസ്ഫർ, നൺ ഓഫ് ദീസ് എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻക്രീസ്ഡ് മൊമെൻറ്റം ട്രാൻസ്ഫർ ആണ് ആൻസർ ആയിട്ട് വരിക. 10th ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി ഓഫ് U2 മാനോമീറ്റർ വിത്ത് ഇൻക്ലൈൻഡ് ലെഗ് ഡിപ്പെൻഡ്സ് ഓൺ. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് ലെഗ് ആണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ലെഗ് ആണ്. ഓപ്ഷൻ ഡി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ലെഗ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സെൻസിറ്റിവിറ്റി ഓഫ് U2 മാനോമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ലെഗ് ആണ്. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഓഫ് ദി ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഇസ് ഗിവൺ ബൈ 1/sin⁵ അല്ലെങ്കിൽ sin θ ആണ്. ആ ആംഗിളുമായിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡബിൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ മെഷർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം മാനോമീറ്റർ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം. പക്ഷേ ഡിഫറൻഷ്യൽ മാനോമീറ്റർ മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻ എ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, ഓപ്ഷൻ ബി സബ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓപ്ഷൻ സി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഓപ്ഷൻ ഡി വെരി ഹൈ പ്രഷർ ഓഫ് ഗ്യാസസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 12th ക്വസ്റ്റ്യൻ. If coefficient of contraction for a sharp edged orifice is 0.65 and coefficient of velocity of flow is 0.92, then the coefficient of discharge will be എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 2 കോഫിഷ്യൻ്റ് ഓഫ് അതുപോലെ തന്നെ കോഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും കോഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയും നിങ്ങൾ തന്നിട്ടുണ്ട്. കോഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എങ്ങനെയാണ്, എത്രയാണ്? ഓപ്ഷൻ എ 0.66, ഓപ്ഷൻ ബി 0.598, ഓപ്ഷൻ സി 1.415, ഓപ്ഷൻ ഡി 1.57. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. തീർച്ചയായിട്ടും ഇത് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CC × CV ആണ്. അപ്പോൾ നമുക്കറിയാം 0.65 × 0.92 എന്ന് പറയുന്നത്
0.598 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. 13th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് for assumptions made in derivation of Bernoulli's equation? Option A, the flow is steady. Option B, the flow is incompressible. Option C, the viscosity of fluid is 0. Option D, the flow is irrotational. നമുക്കറിയാം അസംഷൻസ് മെയ്ഡ് ചെയ്തപ്പോൾ നമുക്കിതിനകത്ത് വരാത്ത ഒരു കേസ് എന്ന് പറയുന്നത് the viscosity of fluid is 0. ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? The flow is steady, incompressible. ഓക്കെ, ഇത് എല്ലാം തന്നെ കറക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളത് ക്യാൻസൽ ചെയ്യാണ്. 13th ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. കാരണം ഇതെല്ലാം ശരിയായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്ലോ ഇൻകംപ്രസിബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റഡി ആണ്, വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് 0 ആണ്, ഫ്ലോ എന്ന് പറയുന്നത് റൊട്ടേഷനിലുമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th ക്വസ്റ്റ്യൻ, പ്രാണ്ടിൽസ് പിറ്റോ ട്യൂബ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സ്റ്റാഗ്നേഷൻ ഹെഡ്, ഓപ്ഷൻ ബി പ്രഷർ ഹെഡ്, then we have velocity and stagnation head, option D pressure head and stagnation head. അപ്പോൾ ഇതിൻ്റെ ആൻസർ വെലോസിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ ഹെഡ് എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 15th ക്വസ്റ്റ്യൻ, എ വർട്ടെക്സ് ഫ്ലോ ഈസ് റൊട്ടേഷണൽ ഫ്ലോ, ഓപ്ഷൻ ബി റൊട്ടേഷണൽ ഫ്ലോ, ബോത്ത് 1 and 2, ദെൻ ഫ്രീ ഷിയർ ഫ്ലോ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ റൊട്ടേഷനിലാവാം അല്ലെങ്കിൽ ഇറൊട്ടേഷനിലാവാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ബോത്ത് 1 and 2 എന്നുള്ളതാണ്. 16th ക്വസ്റ്റ്യൻ, ദ സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി, ഓപ്ഷൻ എ ഇറ്റ്സ് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെയിറ്റ്, ഇറ്റ്സ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, സ്പെസിഫിക് വെയിറ്റ്. തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്ന് നിങ്ങൾ അറിയണം. മെറ്റാസെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ്, മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. 17th ക്വസ്റ്റ്യൻ, എ സബ്മർജ്ഡ് ബോഡി വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഓപ്ഷൻ എ ബിലോ ദി സെൻറ്റർ ഓഫ് ബോയൻസി, above center of buoyancy, coincide with the center of buoyancy, none of these. The center of gravity ഒരു സബ്മർജ്ഡ് ബോഡിയുടെ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എങ്ങനെയായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക കമ്പയർഡ് ടു സെൻറ്റർ ഓഫ് ബോയൻസി ആയിട്ട്? അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബിലോ ദി സെൻറ്റർ ഓഫ് ബോയൻസി ആയിരിക്കും. സെൻറ്റർ ഓഫ് ബോയൻസി ആയിരിക്കും എപ്പോഴും ടോപ്പിൽ ഉണ്ടാവുക. സബ്മർജ്ഡ് ബോഡി സ്റ്റേബിൾ ആവണമെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനേക്കായി മുകളിലായിരിക്കും സെൻറ്റർ ഓഫ് ബോയൻസി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആൻസർ നമ്മൾ പറയുക. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോളി ലെക്ചറർ എന്ന് പറയുന്ന എക്സാമിനെ സമീപിക്കാനായിട്ട് പോകുന്നത്. ഓരോ പോർഷൻസും ഓരോ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ നെറ്റ് പോയിന്റ് കേരള PSC എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ നമുക്ക് ഉണ്ടാവും. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.